ഹലോ. നോമ്പൊക്കെ നല്ലൊരു ക്ഷീണത്തിലായിരിക്കില്ലേ? എല്ലാവർക്കും നല്ലൊരു നോമ്പ് ആശംസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു സ്റ്റോക്ക് QV. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ച് നമുക്ക് മുന്നേറാം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇന്ത്യ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യം കൂടിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായ BSE, NSE ലോകത്തെ തന്നെ ടോപ്പ് 7 എടുത്താലേ അതിൽപ്പെടുന്ന എക്സ്ചേഞ്ചുകളാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയുടെ ഫിനാൻഷ്യൽ പവർ. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ സ്റ്റോക്കിനെ കുറിച്ച് പഠിച്ച് അതിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് നല്ലൊരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കോടീശ്വരന്മാരായ 8 വ്യക്തികളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് അവരുടെ നെറ്റ്വർത്ത് കൂടി. ആദ്യം തന്നെ ദ ബിഗ് ബുൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രാകേഷ് ജുൻജുവാല. ഇദ്ദേഹം ഇന്ത്യയുടെ വാറൻ ബഫറ്റ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. 1985 5000 രൂപക്കാണ് അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ 5000 ഒരു ചെറിയ സംഖ്യ ആയിരിക്കും, പക്ഷെ അന്നത്തെ 1985 5000 രൂപ പറഞ്ഞാൽ അതിന്റെ വാല്യൂ വലുതാണ് കേട്ടോ. 5000 രൂപയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത അദ്ദേഹം ഇന്ന് 40,000 കോടി രൂപ വരെ എത്തി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത് ലോങ് ടേമിലേക്ക് വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് ആണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. പെട്ടെന്ന് പണം ഉണ്ടാക്കണമെന്നുള്ള നമ്മുടെ പലരുടെയും ചിന്ത, ആ ചിന്ത മാറ്റിവെച്ച് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഫോക്കസ് ചെയ്താൽ നല്ലൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്ത രണ്ടാമത്തെ വ്യക്തിയാണ് രാധാകൃഷ്ണൻ ദമാനി. ഇദ്ദേഹം നമുക്കൊക്കെ സുപരിചിതമായ ഡിമാർട്ട് സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ ഓണർ കൂടിയാണ് കേട്ടോ. ഇദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് സൂപ്പർ മാർക്കറ്റ് കെട്ടിപ്പടുത്ത വ്യക്തിയാണ്. അദ്ദേഹം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള നല്ലൊരു സ്റ്റോക്കുകളെ കണ്ടെത്തി അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണ് ചെയ്തത്. അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പിൽക്കാലത്ത് അത് മെയിൻ സ്ട്രീമിലേക്ക് വരികയും അതുവഴി നല്ലൊരു ഏർണിങ്സ് അദ്ദേഹം ഉണ്ടാക്കുകയും ചെയ്തു. നിലവിൽ അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത് 2 ലക്ഷം കോടിയാണ്. അടുത്തത് മൂന്നാമത്തെ വ്യക്തിയാണ് വിജയ് കേഡിയ. 10,000 രൂപയിൽ നിന്നാണ് അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിലേക്കാണ് അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത് 1300 കോടി രൂപയാണ്. സെറ സാനിറ്ററി വെയർ കമ്പനിയിൽ 16 വർഷത്തോളം അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലേ 16 കൊല്ലത്തോളം അദ്ദേഹം വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കൊക്കെ ഇത്ര വർഷം കാത്തിരിക്കാൻ ഒരു ക്ഷമ പോലും ഇല്ല. ഇതൊക്കെ നമുക്കൊരു പാഠം കൂടിയാണ് കേട്ടോ. നല്ല സ്റ്റോക്ക് ഈ പെട്ടെന്ന് റിട്ടേൺ തന്നിട്ടില്ലേലും ഭാവിയിൽ നല്ലൊരു റിട്ടേൺ എന്തായാലും ഷുവറായി കിട്ടും. അതിന് നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു നാളേക്ക് വേണ്ടി കാത്തിരിക്കാം. പിന്നെ കടം വാങ്ങിയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ നോക്കുക. അടുത്ത നാലാമത്തെ വ്യക്തിയാണ് ആശിഷ് കച്ചോലിയ. ഇദ്ദേഹവും മിഡ് ക്യാപ് സ്റ്റോക്കുകളിലേക്കാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. നെറ്റ്വർത്ത് നോക്കുകയാണെങ്കിൽ 2391 കോടി രൂപയാണ്. അടുത്ത അഞ്ചാമത്തെ വ്യക്തിയാണ് കേരളത്തിൽ നിന്നുള്ള പൊറിഞ്ചു വലിയത്ത്. സ്മോൾ ക്യാപ് കിങ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. നെറ്റ്വർത്ത് 200 കോടി രൂപയാണ്. ചെറിയൊരു സംഖ്യ ഒന്നുമല്ല കേട്ടോ. അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിട്ടുള്ള സ്മോൾ ക്യാപ് സ്റ്റോക്കിലേക്കാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കമ്പനിയാണ് ഇക്വിറ്റി ഇന്റലിജൻസ് ഇന്ത്യ. നമുക്ക് ആറാമത്തെ വ്യക്തിയെ നോക്കാം. മിസ്റ്റീരിയസ് ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഡോളി ഖന്ന എന്ന ലേഡിയാണ്. എമർജിംഗ് ബിസിനസ് ഓൺ ചെയ്യുന്ന കമ്പനികളിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അതായത് ഭാവിയിൽ വളരാൻ ചാൻസ് ഉള്ള കമ്പനികൾ കണ്ടെത്തി അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതാണ് ഇവരുടെ രീതി. നെറ്റ്വർത്ത് നോക്കുകയാണെങ്കിൽ 476 കോടി രൂപയാണ്. ഏഴാമത്തത് ദ സൈലന്റ് ബില്യനർ ഇൻവെസ്റ്റർ എന്നറിയപ്പെടുന്ന നെമിഷ് ഷാ എന്ന വ്യക്തിയാണ്. നെറ്റ്വർത്ത് 2675 കോടി രൂപയാണ്. ലാസ്റ്റത്തത് എട്ടാമത്തത് രമേശ് ദമാനി ദ വിഷനറി ഇൻവെസ്റ്റർ എന്നറിയപ്പെടുന്നു. 119 കോടി രൂപയാണ് നെറ്റ്വർത്ത്. ഇവരിൽ നിന്നൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഇവരാരും ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തവരല്ല, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ലോങ് ടേമിലേക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക.